നമസ്കാരം, ലൈറ്റ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ CH സ്റ്റേഡിയം മഴക്കെടുതിയിൽ ഇടിഞ്ഞ് പുഴയിലേക്ക് പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും യാതൊരു നടപടിയും എടുക്കാതെ അധികൃതർ. ആ നാട്ടിലെ കുരുന്നുകൾ കളിക്കുന്ന ഏക ഇടമായിരുന്നു അത്. നിരവധി സിന്തറ്റിക് ട്രാക്കുകൾ സംസ്ഥാനത്ത് പലയിടത്തായി നിർമ്മിച്ചു നൽകുന്ന നമ്മുടെ കായിക മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഇതും എത്തട്ടെ. പുറത്തൂർ പഞ്ചായത്ത് ഇത് നേരത്തെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഈ പുഴയിലായിരിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കരിങ്കല്ലായിട്ട് കെട്ടിയിരുന്നു. പിന്നീടുള്ള നിരന്തരമായിട്ടുള്ള വർഷക്കെടുതിയിൽ അതൊക്കെ ഒലിച്ചു പോവുകയും പിന്നീടാണ് പിന്നെ ഒരു സ്റ്റേഡിയം എന്നുള്ള നിലയിൽ നമ്മളവിടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് പുറത്തൂർ പഞ്ചായത്ത്. ഇവിടെയുള്ള കുട്ടികൾക്ക് സ്പോർട്സ് പരമായിട്ട് അവർക്ക് ഒരു കളിസ്ഥലം അത് അവരുടെ സ്വപ്നമായിരുന്നു. അതിവിടെ ഉണ്ടാവുകയും അത് കഴിഞ്ഞ ആ പ്രളയത്തിൽ ആകെ തകർന്നു പോയിരുന്നു. 2018-20 കാലഘട്ടത്തിലുള്ള പ്രളയത്തിൽ അത് തകർന്നു പോയിരുന്നു. അതിൻ്റെ ശേഷം ആ മൂലയ്ക്ക് കോൺക്രീറ്റ് കൊണ്ട് കെട്ടിയിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ വർഷത്തിൽ അത് വീണ്ടും പൊളിയുകയും ഒരു വലിയ ഗർത്തമായൊരു ഗ്രൗണ്ടിൽ രൂപപ്പെടുകയും ചെയ്തു. അപ്പോൾ അത് അവിടെ വരുന്ന കുട്ടികൾക്കും കളിക്കുവാനുള്ള സ്ഥലത്തിൻ്റെ ഫേസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ അധികൃതർ അത് ശരിയാക്കി തരണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് പുറത്തൂർ പഞ്ചായത്തിലെ പുതുപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. അതെ, ആദ്യം പറഞ്ഞല്ലോ അത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏത് വർഷത്തിലായിരുന്നു? ഇത് എത്ര വർഷം മുമ്പായിരുന്നു ആദ്യത്തെ കെട്ട്? അതൊരു 50 വർഷം മുന്നാണ്. അത് അതിൻ്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ഈ അരിക്ക് കൂടെ അതാ കല്ലിൻ്റെ ഇത് ആ തലവരുണ്ടായി. അപ്പോൾ പുഴ ഇതുവരെ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് മണൽത്തിട്ട വന്നതാണ്. പിന്നെ ഇപ്പൊ ഈ പക്ഷെ ഇത് ഒരുപാട് അങ്ങോട്ട് നീളത്തിൽ കരയായിരുന്നു. ഇവിടെയൊക്കെ ഫുട്ബോൾ കളിച്ചിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഞങ്ങളൊക്കെ ചെറുപ്പം പുതിയ അരികാണ് കെട്ടുന്നത്. അത് കെട്ടുമ്പോ വീണ്ടും മറ്റേ അത് ഈ ആ കാണുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട്. കളിക്കുന്ന ആ ഗ്രൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്തും കൊണ്ടുള്ള കെട്ടാണത്, അല്ലാതെ മൊത്തത്തിലുള്ള കെട്ടല്ല. ആ ഗ്രൗണ്ട് വേണ്ടി ചുറ്റോറും കെട്ടിയതായിരുന്നു. പഞ്ചായത്താണോ ചെയ്യുന്നത് കെട്ട്? പഞ്ചായത്ത്. പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നില്ല. പഞ്ചായത്ത് ഇപ്പോൾ ഈ വന്ന വർഷത്തിലാണല്ലോ പോയത്. അപ്പോൾ അതിന് ശേഷം കുറെ നിവേദനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരിയാക്കുന്നുള്ള പ്രതീക്ഷയാണ്. ഇത് 7-ാം വാർഡ്. 7ഉം 8ഉം സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്, ബോർഡറാണ്. അപ്പോൾ ഈ 2 വാർഡിലുള്ള ആൾക്കാർക്കും അതേമാതിരി പുറത്തുനിന്നൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ക്രിക്കറ്റ് മാച്ചും അങ്ങനെയൊക്കെ ആയിട്ട് പല സ്ഥലത്തുനിന്നും മറ്റേ കുട്ടികൾ വന്ന് കളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലം ശരിക്കും സംരക്ഷിക്കേണ്ടതാണ്. പറയാനുള്ളത് ഇതാണ്, ഇപ്പോൾ മറ്റേ ഇത് അശാസ്ത്രീയമായിട്ടുള്ള കെട്ടാണ്. എന്താ വെച്ചാൽ അത് ശരിക്കും മറ്റേ ആ കോൺക്രീറ്റ് ചെയ്ത് മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഭിത്തി പഴയ കല്ലിൻ്റെ മറ്റേ കരിങ്കല്ലായിട്ട് കെട്ടിയതൊക്കെ ഇപ്പോൾ നിരന്തരം പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ അരിക്ക് തന്നെ ഇപ്പോൾ ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന ആ മതിലിൻ്റെ നേരെ താഴെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് ഈ പ്രളയത്തിൽ. കരിങ്കല്ലുകൊണ്ട് കെട്ടുന്നത് ചെയ്യണം വേണ്ടത്. എന്താ വെച്ചാൽ അത്രയും ഇതിൽ വെള്ളം വരുന്നതല്ലേ. ഇത് ഒരു കരിങ്കല്ലിൻ്റെ കെട്ടുകൊണ്ട് നിൽക്കൂല, അതും ഒഴുക്കിന് കുറുകെയുള്ള ഈ കെട്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, അധികൃതർ ഇത് ശ്രദ്ധിക്കട്ടെ. കോൺക്രീറ്റ് കൊണ്ട് തന്നെ കെട്ടിയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഒരു കളിസ്ഥലം നമ്മുടെ പഞ്ചായത്തിനെ ഓർമ്മിക്കാൻ പറ്റാവുന്ന തരത്തിൽ ഉണ്ടാവട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും.